ചൈൽഡ്ഹുഡിൽ പല പല കൂട്ടുകാരും ഉണ്ടായിരുന്നു, പല പല വ്യക്തികളും ഉണ്ടായിരുന്നു, പല പല സുഹൃത്തുക്കൾ, പല പല യുവാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ അവരെയൊക്കെ ടി വിയിലോട്ട് കാണാൻ ആകർഷിച്ച, വൈകുന്നേരം 5 മണിയാവാൻ വേണ്ടി പ്രേരിപ്പിച്ച ടി വി ചാനൽ ഒരൊറ്റ ചാനലേ വരുള്ളൂ, 10 സ്പോർട്സ് ആയിരുന്നു. കാത്തിരിക്കുകയായിരുന്നു പലരും സ്കൂളിൽ നിന്നും വിട്ടുവരാൻ WWE കാണാൻ. അത് കാണുന്നുണ്ടെങ്കിൽ ചിലർക്ക് കുറച്ചുകൂടെ സന്തോഷമാവും. റോയോ സ്മാക്ഡൗണോ ആണെങ്കിൽ ആ സമയത്ത് ഒരു 3/4 ജീൻസും ഇട്ട് പച്ച ടീഷർട്ടും പച്ച തൊപ്പിയും ഒക്കെ അണിഞ്ഞ്, അല്ലെങ്കിൽ നീല ടീഷർട്ടും നീല തൊപ്പിയൊക്കെ അണിഞ്ഞ് യു ക്യാൻ സീ മീ എന്നുള്ളൊരു എംബ്ലം തൊപ്പിയിലും ധരിച്ച് ടീഷർട്ടിലും അത് മുന്നിൽ വെച്ച് ഒരാൾ എന്ന BGMൽ നേരെ സല്യൂട്ട് അടിച്ച് കാണികൾക്ക് മുന്നിലേക്ക് ഓടി വന്ന് റിങ്ങിലേക്ക് കയറി വരുന്ന ആ മാന്ത്രിക മനുഷ്യൻ. കാത്തു നിൽക്കുകയായിരുന്നു അയാളുടെ മത്സരങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം ആളുകൾ. ഒരുപക്ഷെ WWE ലോകം മൊത്തം തന്നെ. CM പങ്കും മാർക്ക് ഹെൻറിയും ബിഗ് ഷോയും റേ മിസ്റ്റീരിയോയും ബാറ്റിസ്റ്റയും ട്രിപ്പിൾ എച്ചും എഡ്ജും ഒക്കെ അടക്കി വാണിരുന്ന ആ WWEയിലേക്കാണ് ഈ മനുഷ്യൻ കയറി വരുന്നത്. പല പല എതിരാളികൾ, എത്രയോ മുഖങ്ങൾ കയറി ഇറങ്ങി പോയിട്ടുണ്ട് അയാളുടെ 20 വർഷത്തെ കരിയറിൽ. പക്ഷെ ഒരൊറ്റ തവണ പോലും, ഒരൊറ്റ മത്സരത്തിൽ പോലും തൻ്റെ എതിരാളി സബ്മിഷൻ നോട്ടിൽ വെക്കുമ്പോൾ ടാപ്പ് ഔട്ട് ചെയ്ത റിങ്ങിൽ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കാണികൾക്ക് നിരാശ. ഗുന്തർ ജോണുമായിട്ടുള്ള മത്സരത്തിൽ ഏകദേശം ഉടനീളം ആധിപത്യം പുലർത്തിയിരുന്ന ജോൺ സീന, ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റും യു ക്യാൻ സീ മിയും ഒക്കെ ആയിട്ട് തന്നെ കാണികളുടെ ആവേശം തീർത്ത ജോൺ സീന അവസാനം ടാപ്പ് ഔട്ട് ചെയ്ത് മടങ്ങുമ്പോൾ പോലും സീനയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യക്തമാണ് സീനയ്ക്ക് അത് ടാപ്പ് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഗുന്തർ ജോണൊക്കെ ഇന്നലെ പൊട്ടിമുളച്ച പിള്ളേരാണ്. സീനയ്ക്ക് മുന്നിലൊന്നും അയാൾ ആരുമല്ലെന്ന് സീനയ്ക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് പോലും ഏതോ ഒരു ലേറ്റ് പിന്നിൽ വെറുതെ വീണുപോയ സീനയെ കാണികൾക്കറിയാം ഇത് വെറും പ്രഹസനം മാത്രമാണ്. അതുകൊണ്ടാണ് മത്സരത്തിന് ശേഷം ട്രിപ്പിൾ എച്ച് കയറി വന്നപ്പോൾ ട്രിപ്പിൾ എച്ചിനെ കൂകി വിളിച്ചുകൊണ്ട് ആളുകൾ സ്വീകരിച്ചത്. സീന ടാപ്പ് ഔട്ടും കഴിഞ്ഞിട്ട് മത്സരത്തിന് ശേഷം വിടവാങ്ങാൻ വേണ്ടി ആളുകൾക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ പോലും എഴുന്നേറ്റ് നിന്ന് തൻ്റെ ആം ബാൻഡ് അഴിച്ചു വെച്ച് വളരെ ഇമോഷണലായിട്ട് ആളുകളുടെ മുന്നിലേക്ക് ചുറ്റും ഒരു 360 ഡിഗ്രി ആംഗിളിൽ നോക്കുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് നോക്കുന്നത്. ആ സ്ലോ ആയിട്ട് നോക്കിയതിന് ശേഷം തൻ്റെ കളിത്തട്ടകമായി 20 വർഷമായി തൻ്റെ സ്വന്തം വീട് പോലെ കരുതിയിരുന്ന ആ റിങ്ങിൽ നിന്നും അയാൾ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ പോലും ക്യാമറ ബാക്ക് ആംഗിളിൽ നിന്ന് അയാൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അയാൾ വളരെ വിഷമത്തോടെ ഓരോ സ്റ്റെപ്പ് എടുത്ത് പുറകിലോട്ട് വെക്കുന്നുണ്ട്. ആ വെക്കുമ്പോൾ പോലും അവസാനം ഒരു സല്യൂട്ടും അടിച്ച് ദ സിഗ്നേച്ചർ സ്റ്റൈൽ ജോൺ സീന ഇറങ്ങിപ്പോവുകയായിരുന്നു. ഒരുപക്ഷെ WWEയിൽ ഇത്രയധികം ആരാധക വൃന്ദം ഉണ്ടാക്കിയ ഒരാളുണ്ടാവില്ല അല്ലേ. പല പല ആളുകൾ ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ട്. CM പങ്ക് വന്ന് ഒരു കാലത്ത് ഒരു വലിയ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിഗ് ഷോ, മാർക്ക് ഹെൻറി, കെയ്ൻ, അണ്ടർടേക്കർ ലോകം വരെ WWE കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ റോമൻ റെയിൻസും ദ ഷീൽഡ് ഉൾപ്പെടെ കോഫി കിങ്സ്റ്റൻ്റെ ടാഗ് ടീം ഉൾപ്പെടെ ഇവിടെ ഉള്ളവരൊക്കെ വന്നു പോയിട്ടുണ്ട്. NXT ആയിക്കോട്ടെ, ബോട്ടം ലൈൻ ആയിക്കോട്ടെ, പല പല രീതിയിലുമുള്ള ഷോസ് WWEയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്കെന്ന് പറയുന്ന പോലെയാണ് ജോൺ സീന വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. ജോൺ സീനയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ പോലും വിപരീതമാണ്. ഒരു 3/4 ജീൻസും ഒക്കെ ഇട്ട് ചിലപ്പോൾ ഒരു ടീഷർട്ട് ധരിക്കും. ആ ടീഷർട്ട് റിങ്ങിലെത്തുമ്പോൾ ഊരും. തൊപ്പി ഉണ്ടാകും, തൻ്റെ ഒരു ആം ബാൻഡ് ഉണ്ടാവും. തൻ്റെ റിങ്ങിൻ്റെ 4 കോർണറിലെയും ആളുകൾക്ക് എഴുന്നേറ്റ് നിന്ന് ആ റോപ്പിൻ്റെ മണ്ടയിൽ ചാടി കയറി നിന്ന് യു ക്യാൻ സീ മീ പറയുകയും സല്യൂട്ട് അടിക്കുകയും ചെയ്യുന്ന ആ സീന ഒരു വിസ്മയമായിരുന്നു. സീനയുടെ മത്സരങ്ങൾ എത്രയോ വട്ടം മാറി ഇരുന്ന് കണ്ട് യൂട്യൂബിൽ പോയിരുന്ന് കണ്ട കാഴ്ചകൾ നമുക്കുണ്ട്. റോയൽ റംബിൾ 2 വട്ടം നേടുന്ന ചുരുക്കം ചില ആളുകൾ, എടുത്തു പറയുകയാണെങ്കിൽ WWEയിൽ 6 പേരെ റോയൽ റംബിൾ ഒന്നിൽ കൂടുതൽ തവണ നേടിയിട്ടുള്ളൂ. അതിലൊരാളാണ്. മണി ഇൻ ദ ബാങ്ക് അയാൾ നേടിയെടുത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഹെലിനസെൽ ഉൾപ്പെടെ ആയാലും, ടേബിൾസ് ലാഡേഴ്സ് ആൻഡ് ചെയേഴ്സ് ആയിക്കോട്ടെ, TLC ആയാലും, അങ്ങനെ എത്രയോ ഇവൻറ്റുകളിൽ അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ തവണ നമ്മളെ കണ്ണീരണിപ്പിച്ചിട്ടുണ്ട്. എത്രയോ തവണ അയാൾ ഇമോഷണലി നമ്മളെ വൾണറബിൾ ആക്കിയിട്ടുണ്ട് അയാളുടെ മത്സരത്തിൽ. അങ്ങനെ എല്ലാം കൊണ്ടും സീന വാസ് എ കിങ്, സീന ഇസ് എ കിങ് എന്നും കൂടെ പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും. 16ഓളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആസ് എൻ ആക്ടർ പോലും അദ്ദേഹം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സീന ആസ് എ റെസ്ലർ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. സീന ആസ് എ WWE എൻ്റർടൈനർ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. സീനയെ പോലെ ഇത്രയധികം ക്രൗഡിനെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇത്രയധികം ആളുകളെ തോളിലേറ്റിയ ഒരു WWE ചാമ്പ്യൻ നിലവിലില്ല. അത് എവിടെ വേണമെങ്കിലും വാദിക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ടൊക്കെ ട്രംപ് കാർഡ് കളിക്കുന്ന സമയത്ത്, WWE ട്രംപ് കാർഡ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് സീനയുടെ കാർഡ്
നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സേഫാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പണ്ട് ക്രിക്കറ്റിൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിൻ്റെ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴോ, ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയോ / ലയണൽ മെസ്സിയുടെ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതേപോലൊരു ഫീലാണ് ട്രംപ് കാർഡ് കളിക്കുമ്പോൾ WWE സീനയുടെ കാർഡ് നമുക്ക് കിട്ടുമ്പോഴേക്കും. സീന വാസ് ഓൾ ടൈം ഫേവറബിൾ. സീന ഹീറോ ആയിരുന്നു. സീന ഒരിക്കലും വില്ലനല്ല. സീനോയ്ക്ക് എപ്പോഴും ഒരു ഹീറോ പരിവേഷം തന്നെയായിരുന്നു ഫ്രം ദ സ്റ്റാർട്ട്. സീന ഒരിക്കലും ഒരു വില്ലൻ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളല്ല. നന്മ നിറഞ്ഞ അങ്ങനെയുള്ളൊരു WWE ചാമ്പ്യനാണ് ജോൺ സീന. വളരെയധികം നന്മ അദ്ദേഹത്തിന് മുഖത്തുണ്ട്. വളരെ ചൈൽഡിഷ് ക്യൂട്ടി ഫേസാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ഭയങ്കരമായ ആവേശം കാണിച്ച് എതിരാളിയെ ഇപ്പോൾ ഇടിച്ചിടാം എന്ന് ചിന്തിക്കുന്ന ഒരു സീനയല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന സീന ഈസ് കൂൾ. സീന പക്ക വളരെ കൂളാണ്. വളരെ ചിരിച്ച മുഖത്തോടെ പ്രസന്നവദനായ ജോൺ സീനയാണ് നമ്മൾ കാണാറുള്ളത്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ജോൺ സീന. അയാൾ അങ്ങനെയാണ് ആ റിങ്ങിന് നോക്കിയത്, അങ്ങനെയാണ് ഭരിച്ചിരുന്നത്. അയാൾ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ എതിരാളിയെ പൊക്കി തോളത്തേക്ക് ഇടുമ്പോഴേക്കും ഒരു തവണ ആവേശമായിരുന്നു. അയാൾ അതിനുശേഷം ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം യു ക്യാൻ സീ മീ എന്ന് താഴെ കിടക്കുന്ന എതിരാളിയുടെ മുഖത്ത് നോക്കി കാണിക്കുന്നതും വല്ലാത്തൊരു ആവേശമായിരുന്നു. അത് കാണാൻ വേണ്ടി മാത്രം അവിടെയാണ് ഞാൻ തുടങ്ങിയത്. അത് കാണാൻ വേണ്ടി മാത്രം എത്രയോ സ്കൂൾ കുട്ടികൾ, എത്രയോ കോളേജിൽ പഠിച്ചിരുന്നവർ പല എക്സ്ട്രാ ക്ലാസ്സുകൾ പോലും കട്ട് ചെയ്ത്, പല കൂട്ടുകാരുമായിട്ടുള്ള ഹാങ് ഔട്ട് പോലും കട്ട് ചെയ്തിട്ടില്ല, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് വേഗം വീട്ടിൽ ചെന്നിട്ട് ഈ 10 സ്പോർട്സ് കാണാൻ വേണ്ടി ഇരുന്നിട്ടുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ വീഡിയോ കാണുന്ന എത്രയോ പേർക്ക് ഇത് കണക്റ്റ് ആകും എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ WWE ഒരു ലോകമുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് WWE കാണുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഏറയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും WWE ഇൻട്രസ്റ്റ് പോയെങ്കിൽ പോലും ഇപ്പോഴും സീന മത്സരങ്ങൾ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. കെയ്ൻ ആൻഡ് അണ്ടർടേക്കർ തമ്മിലുള്ള സാധനം, കെയ്നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാവട്ടെ, അല്ലെങ്കിൽ അണ്ടർടേക്കറിനെ 3 തവണ ബെറി ചെയ്ത് അണ്ടർടേക്കർ പൊങ്ങി വന്നതായിക്കോട്ടെ, ഇതെല്ലാം ഒരു വിത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് റിയാലിറ്റി ആയിട്ട് സ്വയം ഉള്ളിനുള്ളിൽ വിശ്വസിച്ചിരുന്ന ഒരു കുട്ടിക്കാലം കൂടെ നമുക്കുള്ളിലുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റഡാണെന്നും ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണെന്നും ചിന്തിച്ചിരുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും. അതുപോലെ അയ്യോ എന്ത് പറ്റി, സീന ഓക്കെ ആണോ, സീനയ്ക്ക് പരിക്കുണ്ടോ, അല്ലെങ്കിൽ റേ മിസ്റ്റീരിയോയുടെ മുഖത്ത് ആ മാസ്കിനുള്ളിൽ ആരാണ്, കെയ്നിൻ്റെ മാസ്കിനുള്ളിൽ ആരാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ബിഗ് ഷോയും മാർക്ക് ഹെൻറിയും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ആരാണ് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് മാൻ എന്ന് പറയുന്നത്? വേൾഡ് സ്ട്രോങ്ങസ്റ്റ് മാൻ ആയിട്ട് മാർക്ക് ഹെൻറി ആണ് പറയുന്നതെങ്കിൽ പോലും അല്ല ബിഗ് ഷോ എന്ന് വാദിക്കുന്ന വേറൊരു വിഭാഗം ആളുകൾ. ട്രിപ്പിൾ എച്ച് വന്നിട്ട് തുപ്പി വെള്ളം എടുത്ത് പുറത്തേക്ക് ഇടുമ്പോഴുള്ള ആരാധക കൂട്ടം, എഡ്ജ് വന്ന് സ്പിയർ ചെയ്യുമ്പോഴുള്ളൊരു ആവേശം, റേ മിസ്റ്റീരിയോ 619 ചെയ്യുമ്പോഴുള്ള ആവേശം, റാൻഡി ഓർട്ടൺ RKO ചെയ്യുമ്പോഴേക്കുമുള്ള ആവേശം, അങ്ങനെ ആവേശങ്ങൾ നിറഞ്ഞു നിന്ന WWE നിന്നാണ് ഒരു ഐതിഹാസികമായ ഒരു വിടവാങ്ങൽ കൂടി സംഭവിക്കുകയും ചെയ്തത്. മാർക്ക് ഹെൻറി ഉൾപ്പെടെയുള്ള ജോൺ സീനയുടെ എതിരാളികൾ അദ്ദേഹത്തിന് അവസാനത്തെ മത്സരം കാണാൻ വേണ്ടി എത്തിയിരുന്നു. ഫുൾ പാക്ഡ് ആയിരുന്നു ആ ക്രൗഡ്. സാറ്റർഡേ നൈറ്റ് ഇവൻറ്റ് കാണാൻ വേണ്ടി, മെഗാ ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ആവേശം അത്രമാത്രമായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ WWE നിലവിലെ മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് ട്രിപ്പിൾ എച്ചിനെ കൂകി വിളിച്ചത് സ്റ്റേഡിയത്തിനുള്ളിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ബൂയിങ് ട്രിപ്പിൾ എച്ചിനെതിരെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും വന്നത് സീനയുടെ വിജയം ആഘോഷിക്കാനാണ്. നമ്മൾ അങ്ങനെ ഒരു ഫെയർവെൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ബട്ട് ദിസ് വാസ് എൻ അട്ടർ ഷെയിം ഫ്രം ദ WWE മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് എക്സിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉടനീളം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനൊരു അവസ്ഥയിൽ നിന്ന്, അങ്ങനൊരു ഘട്ടത്തിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ജോൺ സീന ഇറങ്ങിയത്. ബട്ട് ഹി ഡിസേർവ്ഡ് മോർ. ഫൈനൽ മത്സരത്തിൽ ഹി ഡിസേർവ്ഡ് എ വിൻ. പ്രത്യേകിച്ച് ആളുകൾക്ക് അറിയാം സീന ഇതുവരെ ടാപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. സീന തൻ്റെ 20 വർഷത്തെ കരിയറിൽ ഒരു തവണയെങ്കിലും സബ്മിഷനിൽ ടാപ്പ് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ആളുകൾ വിശ്വസിച്ചേനെ. ബട്ട് നാളിതുവരെ ടിൽ ഹിസ് ഫൈനൽ മാച്ച് അയാൾ ഒരു മത്സരത്തിൽ പോലും ടാപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് ആളുകൾക്കും വിഷമം. നാളിതുവരെ ടാപ്പ് ഔട്ട് ചെയ്യാത്ത സീന ഇതുപോലൊരു പിന്ന് ടാപ്പ് ഔട്ട് ചെയ്യോ? സീന എത്ര പിന്നുകൾ കണ്ടിട്ടുള്ളതാണ്. ആ എത്ര പിന്നിൽ നിന്ന് അതിജീവിച്ച സീന ഇതുപോലൊരു പിന്നിൽ ടാപ്പ് ഔട്ട് ചെയ്യുന്നത് എന്നാലോചിക്കുമ്പോഴാണ് വിഷമം. ഗുന്തർ ജോൺ സീനയുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് ടാപ്പ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് സീന വളരെ പതുക്കെയാണ് ടാപ്പ് ചെയ്യുന്നത്. ഗുന്തർ ജോണിൻ്റെ കയ്യിലേക്കാണ് ടാപ്പ് ചെയ്യുന്നത്. സാധാരണ വളരെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുകയോ അല്ലെങ്കിൽ തീരെ പറ്റാതെ ആകുമ്പോൾ ആളുകൾ ചെയ്യുന്നത് ആ റിങ്ങിൻ്റെ താഴെ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവൾ ഭയങ്കര വേഗം ടാപ്പ് ചെയ്യും. എന്നാൽ മാത്രമേ റെഫറി തൻ്റെ ഓപ്പോണൻറ്റിനെ പിടിച്ച് മാറ്റുകയുള്ളൂ. സീന ചെയ്തത് ആർക്കോ വേണ്ടി എവിടെയോ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിൽ കയ്യിലിട്ട് 2 ടാപ്പ് ജസ്റ്റ് ടു ഷോ ദാറ്റ് പുള്ളിക്ക് വയ്യ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. WWE അതൊന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സീനയൊക്കെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ. നെഞ്ചത്ത് ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്ന ആളുകളുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് ഇവൻ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
അവിടെയാണ് പ്രശ്നം. ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ എൻ്റർടൈൻഡ് ആയിക്കൂടാ, എന്തുകൊണ്ട് സീനയെ വിജയിപ്പിച്ചുകൂടാ എന്ന് ഭയങ്കരമായിട്ട് ആവേശം കൊണ്ടുവന്ന ഒരു വിഭാഗം ആളുകളെയും നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആണ് സീനയുടെ റിട്ടയർമെൻറ്റ് ആൻഡ് കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് സീന ഹാസ് ഒഫീഷ്യലി റിട്ടയർഡ്, ജോൺ സീന ഈസ് നോ മോർ ഇൻ ദ റിംഗ് എന്നുള്ളത് ഒരു സാഡ് റിയാലിറ്റിയാണ്, ഒരു ബിറ്റർ ട്രൂത്ത് ആണ്. പക്ഷേ അതാണ് വാസ്തവം എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് സീന മൊമെൻറ്റ് ഏതാണ്? ചിലപ്പോൾ ഒരു മത്സരമായിരിക്കാം, ചിലപ്പോൾ ഒരു മൊമെൻ്റ് ആയിരിക്കാം, ഒരു മത്സരത്തിലൊരു മൊമെൻ്റ് ആയിരിക്കാം. ഏതാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പലരും മൂമെൻറ്റ്സും ഉണ്ടാവും. WWE കാണാത്തവർ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നില്ല, വളരെയധികം വിരളമായിരിക്കും. ബട്ട് സീന വാസ് എ ഹോൾസം എൻ്റർടൈനർ ആൻഡ് താങ്ക് യു ജോൺ സീന ഫോർ ദി എൻറ്റയർ മൊമെൻറ്റ്സ് ദാറ്റ് യു ഹവ് ക്രിയേറ്റഡ്.